ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിസിമാർക്ക് ഗവർണർ സർക്കുലർ അയച്ചത് പ്രതിഷേധാർഹം. ഇത്തരം അജണ്ടകൾ നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സേഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, മുഖ്യമന്ത്രി ഒരുപക്ഷെ ഗവർണർക്കെതിരെ സമീപകാലത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ആഞ്ഞടിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. എന്താണ് വിശദാംശം? ഓഗസ്റ്റ് മാസം 14-ാം തീയതി വിഭജന ദിനമായി ആചരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാ സർവകലാശാലകൾക്കും ഒരു സർക്കുലറായി തന്നെ ഗവർണർ നൽകിയിരുന്നു. ചാൻസലർ എന്ന നിലയിലാണ് എല്ലാ സർവകലാശാലകളുടെ വിസിമാർക്ക് അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. വിഭജന ദിവസം ആചരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നത് അതൊരു സംഘപരിവാറിന്റെ അജണ്ട ആയിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി ആദ്യം അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഓഗസ്റ്റ് 15 എന്നുള്ളത് സ്വാതന്ത്ര്യ ദിനമാണ്. അത് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ മറ്റൊരു ദിവസത്തെ ദിനാചരണം എന്നുള്ളത് സംഘപരിവാറിന്റെ ബുദ്ധിയിലുണ്ടാകുന്ന കാര്യമാണ്. ബ്രിട്ടീഷ് വൈസ്രോയെ നേരിൽ കണ്ട് അവർക്ക് പിന്തുണ അറിയിക്കുകയും തങ്ങൾക്ക് ബ്രിട്ടീഷ് രാജിനെതിരല്ലെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്ത ആൾക്കാരാണ് സംഘപരിവാറിന്റെ ആൾക്കാർ. അതായത് അവർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ആൾക്കാർ സ്വാതന്ത്ര്യ ദിനത്തെ അംഗീകരിക്കാതെ മറ്റൊരു ദിനാചരണവുമായി രംഗത്ത് വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ആ സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവൻ കൂടി പ്രവർത്തിച്ച് രംഗത്ത് വരുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പറയുന്നത്. അത് വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി ആചരിക്കാൻ വിസിമാർക്ക് നിർദ്ദേശം നൽകിയ ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമാണ്. അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി കേരളത്തിലെ സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയാണ് ഈ പ്രസ്താവനയോട് ചെയ്തിരിക്കുന്നത്. ശരി, സേഫാണ് വിവരങ്ങൾ നൽകിയത്.